നമ്മളൊന്ന് ചെറുതേം കൂടെ എടുക്കുകയാണ് കേട്ടോ. ഫറൂഖ് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ ഒപ്പം നമ്മളെ ഒരു ഫറൂഖുള്ള സുഹൃത്താണ്. മൂപ്പർക്കൊരു 6 തേനീച്ചക്കൂടുണ്ട്, ചെറുതേൻ്റെ കൂട്. അതൊന്ന് എടുക്കലാണ്. മാഷാ അല്ലാ, അടിപൊളി നല്ല തേനും പിന്നെ നല്ല സ്ട്രെങ്ത്തുള്ള കൂടാട്ടോ. നല്ല മുട്ടുണ്ട്, പൂമ്പൊടി ഉണ്ട്. റാണിനെ നമ്മൾ കണ്ടിട്ടില്ല. മാഷാ അല്ലാ, കൂട് പിരിക്കലും കൂടിയാണിന്ന്. ഇവർക്കൊരു 6-12 കൂടായി കൊടുക്കണം. മാഷാ അല്ലാ, ഒക്കെ റെഡിയാക്കിയിട്ട് നമ്മളിന്ന് ഇവിടുന്ന് ഏകദേശം വൈകിക്കണം. ഒക്കെ റെഡിയാക്കിയിട്ട് തന്നെ പോകുള്ളൂ. നമ്മൾ കൂട് പിരിക്കുകയാണ്. റാണി ഇതിലുണ്ടോ നോക്കണം. എന്നാൽ റാണിമുട്ട കുറേ ഉണ്ട്. ഇപ്പോൾ റാണിമുട്ട കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. റാണിമുട്ട കിട്ടിയിട്ടില്ലെങ്കിലും കൂടി നമുക്ക് പിരിക്കാം. ചില ആളുകൾ പറയും റാണിമുട്ട വേണമെന്ന്. റാണിമുട്ടൻ്റെ ആവശ്യമൊന്നുമില്ല. 8ാമത്തെ ദിവസം മറ്റേ കൂടിൻ്റെ മാതിരിക്ക് തന്നെ, വലിയ ഈച്ചൻ്റെ മാതിരിക്ക് തന്നെ 8ാമത്തെ ദിവസം ഇതിൽ റാണി മുട്ട ഉണ്ടാവും. റാണിമുട്ട ശരിക്കും മറ്റുള്ള ഈച്ചകളാണ് റാണിമുട്ടൻ്റെ പണിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതിൽ റാണിമുട്ട ഉണ്ടാവും. റാണിമുട്ട നമ്മൾ കാണണം. ചില ആളുകൾ റാണിമുട്ട എങ്ങനെ തരും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തേനീച്ചക്കൂട് പിരിക്കണമെങ്കിൽ ഈച്ചനെ മുട്ട കുറച്ച് ഇതിലേക്ക് മാറ്റി വെക്കുക. അതേമാതിരിക്ക് ഈ പൂമ്പൊടി പൂപ്പൊടി കുറച്ച് മാറ്റി വെക്കുക. ഒരു ചെറിയൊരു തേൻ്റെ കഷ്ണവും മാറ്റി വെക്കുക. അത്രേ ഉള്ളൂ. എന്നാൽ കൂട് പുതിയ കൂടായി. റാണി എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ള ഇതാണ് നമ്മൾ തുറക്കണം. റാണിനെ കിട്ടിയാൽ നമുക്ക് കൂട് ഇന്നതാണെന്ന് ഉറപ്പിക്കുക. ഇപ്പോൾ റാണിനെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റാണിമുട്ടൊന്നും ആവശ്യമില്ല. കൂടാകണമെങ്കിൽ ഇത് മാത്രം മതി. റാണി ഉണ്ടാവും ഇതിൽ, ഉറപ്പാണ്. ഇല്ലോ റാണി ഒന്ന് കാണിക്കുക. കാണാൻ കഴിയുണ്ടോ? നമ്മൾ ഇതും കൂടി അളക്കാണ് കേട്ടോ. ഇതും കൂടി ശരിയാക്കിയാൽ ചെവിക്കൊക്കെ ഈച്ച പോകുന്നുണ്ട്. നമ്മൾ അധികമൊന്നും ഈച്ചനെ മുട്ടി കയറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈച്ചകളെ നമ്മൾ വല്ലാതെ ശല്യം ചെയ്യുന്നത്. മാഷാ അല്ലാ, നല്ല പവറുള്ള കൂടാട്ടോ. വല്ലാതെ ശല്യം ചെയ്യാതെ എല്ലാം എടുത്താൽ ചെയ്യാട്ടോ. ചൂട്ടിൽ പോയി ചെയ്യുന്ന കൊലുവാണെങ്കിൽ നീച്ചു പോരാ. അല്ലാപ്പോൾ വേറെ ഒന്നിനും ഒരു കുഴപ്പം പറ്റില്ല കേട്ടോ. മുട്ടക്ക് അത് ശ്രദ്ധിച്ചെടുത്താൽ മതി. അതിൻ്റെ നേക്കിൽ മുട്ടെടുത്താലേ കൈകാര്യം ചെയ്താൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ തേനാണിത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ അടുത്ത് ആ കൂട് തേനെടുക്കുമ്പോൾ നിങ്ങളെ ക്യാമറയിൽ നോക്കിയാൽ കിട്ടുന്നുണ്ടോ, പുറത്ത് കിട്ടുന്നുണ്ടോ? ഇങ്ങനെ എടുത്ത് കിട്ടണ തേന് നമുക്ക് കിട്ടൂല. അതാണിത്. റാണി ഇതിലുണ്ടോയെന്നും കൂടി നോക്കണേ. അതാണ് ഞാൻ ശ്രദ്ധിച്ച് ഇങ്ങനെ എടുക്കണം. റാണിനെ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതാ റാണിയുള്ള കൂട് നമ്മളിവിടെ പിരിച്ചു കൊടുത്ത് വെച്ചു. ഇതാ കണ്ടോ റാണി, ഇത് കാണിച്ചു കൊടുത്താൽ. അപ്പോൾ റാണിയുള്ള കൂട് ഇവിടെ വെച്ചു. ഇത് നമ്മൾ അതിന് കുറച്ച് മുട്ടയും പിന്നെ മെയ്യും പിന്നെ പൂമ്പൊടിയും ഇങ്ങനെ. ഇത് റാണിയുള്ള കൂട്, പുതിയ കൂട് ഇവിടെ സെറ്റിലാക്കി. ഇത് നമ്മൾ അങ്ങോട്ട് കൂട് വെച്ചതിൻ്റെ സ്ഥലത്തേക്ക് ആദ്യം കൂടെ എവിടെയാണോ വെച്ചത് അവിടേക്കാണ് നമ്മളിത് കൊണ്ടുപോവുക. ഇതിൻ്റെ ഡോറ് ആ ഡോറിൻ്റെ കയ്യില ഇതാണ് ഡോറുള്ള കൂട്.